ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ബ്രെഡ് പിസ്സയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരു സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. കുറച്ച് വെജിറ്റബിൾസും ബ്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു പിസ്സ റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് പിസ്സ സോസാണ് റെഡിയാക്കുന്നത്. പിസ്സ സോസ് റെഡിയാക്കാൻ വേണ്ടി 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ അല്ലെങ്കിൽ ഇറ്റാലിയൻ സീസണിങ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് അല്ലെങ്കിൽ ക്രഷ് ചെയ്ത കുരുമുളക് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല, അതുപോലെ മധുരം ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പിൽ ഉപ്പും പുളിയും മധുരം എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അത് ഇടേണ്ട ആവശ്യമില്ല. എല്ലാം ബാലൻസ്ഡ് ആയിരിക്കും. അതുപോലെ എരിവ് കുറച്ച് വേണം എന്നുള്ളവർക്ക് ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കാം. അതുപോലെ കുരുമുളക് പൊടിയും കുറച്ചിട്ടാൽ മതിയാവും. ഇതിലേക്ക് സാധാരണ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. സാൻഡ്വിച്ച് ബ്രെഡ് ഉള്ളവർക്ക് അതെടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി വലിയ ബ്രെഡായിരിക്കും, കുറച്ച് വലിയ സൈസിൽ എടുക്കാൻ പറ്റും. ഞാനിവിടെ സാധാരണ ബ്രെഡ് ഇതുപോലെ ഒരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അരികൊന്നും ബാക്കി വരുന്നത് കളയണ്ട, അതുകൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കി വെക്കാം. ഇനി നിങ്ങൾക്ക് അരികൊന്നും കട്ട് ചെയ്യാതെ ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മിനി പിസ്സ പോലെ റെഡിയാക്കി എടുത്തത്. റൗണ്ട് ഷേപ്പിലുള്ള കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റായിട്ട് റൗണ്ട് ആയിട്ടില്ല, എന്നാൽ ഏകദേശം ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിസ്സ റെഡിയാക്കാൻ ഇങ്ങനെ എടുത്താൽ മതിയാവും. ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗ്രീൻ ക്യാപ്സിക്കം ആണ്. അതുപോലെ തന്നെ റെഡ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം. എടുക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല, ഉള്ളവരെ എടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കോണാണ്. ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള കോണാണ്. ഇത് സ്വീറ്റ് കോൺ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുറച്ച് ബ്ലാക്ക് ഒലീവ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചീസാണ് ഇതിന് മുകളിലേക്ക് ചേർക്കാൻ എടുത്തിട്ടുള്ളത്. മൊസറല്ല ചീസ് ഉള്ളവർ അതെടുക്കാം. ഇതിപ്പോൾ പ്രോസസ്ഡ് ചീസാണ്. ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ എടുത്ത് വെക്കേണ്ടത്. കട്ട് ചെയ്ത് വെച്ച് ബ്രെഡ് എടുക്കാം. ബ്രെഡിൻ്റെ മുകളിലേക്ക് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 സ്പൂൺ പിസ്സ സോസ് മതിയാവും. ജസ്റ്റ് ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പ്രോസസ്ഡ് ചീസാണ്. അപ്പോൾ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ക്യാപ്സിക്കം കഷ്ണങ്ങളായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് സവാള ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം മാത്രമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് കോൺസ് ചേർത്ത് കൊടുക്കാം. സ്വീറ്റ് കോൺ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും. വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് ബ്ലാക്ക് ഒലിവ്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉള്ള ഏത് വെജിറ്റബിൾസ് ആണോ അത് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി അതിന് മുകളിലേക്ക് കുറച്ചുകൂടി ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഇറ്റാലിയൻ സീസണിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കുറച്ചുകൂടി എരിവ് വേണം, സ്പൈസി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്കും കുറച്ച് ചീസ് കൂടി മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പിസ്സയ്ക്ക് അത്യാവശ്യം സ്പൈസിയാണ്, നല്ല എരിവുണ്ടാവും. അപ്പോൾ ഇത്ര എരിവ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡ് ചില്ലി ഫ്ലേക്സ് എല്ലാം കുറച്ച് ഉപയോഗിച്ചാൽ മതിയാവും. എല്ലാ പിസ്സയും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം.
ഞാനിവിടെ എല്ലാ പിzzയും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യുന്നത് ഓവനിലും പാനിലും ചെയ്യാം. ഞാനിവിടെ ഓവനൊന്നും ഇല്ലാതെ പാനിലാണ് ബേക്ക് ചെയ്യുന്നത്. അത്യാവശ്യം ചൂടായിട്ടുള്ള ഒരു പാനിലേക്കാണ് നമ്മൾ പിസ്സ വെച്ച് കൊടുക്കേണ്ടത്. പാൻ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കിയ പാനിലേക്ക് പിസ്സ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഏറ്റവും ചെറിയ തീയിൽ 10 മിനിറ്റ് വെച്ചാൽ ഇത് റെഡിയായി കിട്ടും. ഒട്ടും തീ കൂട്ടിയിടാൻ പാടില്ല. തീ കൂട്ടിയിട്ടാൽ ബ്രെഡാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്മിലിട്ടിട്ട് വേണം 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാനായിട്ട്. പത്ത് മിനിറ്റിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് പിസ്സ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. മുകളിലുള്ള ആ ഒരു ചീസെല്ലാം കറക്റ്റായി മെൽറ്റായി വന്നിട്ടുണ്ട്. പാനിൽ വെക്കുകയാണെങ്കിലും ഓവനിൽ വെക്കുകയാണെങ്കിലും 10 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഓവനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ തന്നെ മതിയാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സാധാരണ ബ്രെഡിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമ്മുടെ അടുത്തുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ക്യാപ്സിക്കവും കോൺസൊക്കെയാണ്. അതൊന്നും ഇല്ലെങ്കിലും ക്യാരറ്റും അതുപോലെ ഓണിയൻസ് എല്ലാം വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കാവുന്നതാണ്. ഇറ്റാലിയൻ ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഒറിഗാനോ അല്ലെങ്കിൽ ഇറ്റാലിയൻ സീസണിങ് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ചീസ് കൂടി ഉണ്ടെന്നെങ്കിൽ നല്ലൊരു പിസ്സ റെഡിയാക്കി എടുക്കാം. സ്നാക്കായിട്ടൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ നല്ല രുചിയാണ്. ഓരോരുത്തരുടെയും സ്പൈസി ലെവൽ അനുസരിച്ച് എരിവും കുറച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പിസ്സ റെഡിയാക്കുമ്പോൾ കുറച്ചൊന്ന് സ്പൈസിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതുപോലെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി ഇൻസ്പയർഡ് ആയിട്ടുള്ളത് നമ്മുടെ ഹോം കുക്കിംഗ് ചാനലിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നല്ല ഈസി റെസിപ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു കോമ്പിനേഷനിൽ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.